മൈക്രോബ്സ് ആണ് ലോകത്തിന്റെ പുതിയ പ്രതീക്ഷ എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന പല വസ്തുക്കളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിൽ ആക്കാൻ കഴിയും എന്നാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. നമുക്കാവശ്യമായ കെമിക്കലുകൾ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ മൈക്രോബ്സിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് പ്രൊഫസർ ക്രിസ്റ്റീന ജോൺസ് പാത്തർ. ഈ മാർഗം ഉപയോഗിച്ച് നമ്മുടെ വൈദ്യശാസ്ത്രത്തെയും ഊർജ്ജ ഉപയോഗത്തെയും അടിമുടി മാറ്റാൻ കഴിയും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന കെമിക്കലുകൾക്ക് ഉയർന്ന കോമ്പൗണ്ട് എഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉയർന്ന പ്യൂരിറ്റി നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇവർ ഇവരുടെ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് സ്ലോവാക്യയിലാണ്. നമ്മുടെ ഭൂമിയിൽ 70% വെള്ളമാണ് എന്നത് സത്യമാണ്. എന്നാൽ 3% കുടിവെള്ളം മാത്രമാണ് ഭൂമിയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും മലിനമാവുകയാണ് എന്നത് വിഷമിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മൈക്രോബ്സിന്റെ സഹായം ഉപയോഗിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊളംബിയ സർവകലാശാലയിലെ കാർത്തിക് ചന്ദ്രൻ എന്ന എൻവയോൺമെന്റൽ എഞ്ചിനീയർ. വെള്ളത്തിൽ നാച്ചുറലായ വസ്തുക്കൾ, അതായത് മുട്ട, പഴച്ചാറ് പോലുള്ള വസ്തുക്കളാണ് എങ്കിൽ പോലും ഇപ്പോഴുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മലിനമായ വെള്ളം ആയി തന്നെയാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള വെള്ളത്തെ മൈക്രോബ്സിന്റെ സഹായത്തോടെ തരംതിരിച്ച് ഉപയോഗിച്ചാൽ പല സാധനങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ന് ജനസംഖ്യ ഉയരുകയാണ് എന്നത് സത്യമാണ്. ഈ വളരുന്ന ജനത്തിന് ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. ഇതിലുള്ള ഒരു പ്രതിവിധിയായി ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കാൻ മണ്ണിൻ്റെ ഉള്ളിലെ മൈക്രോബ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് US-ലെ ഒരു സംഘം റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ശരിയാണെങ്കിൽ നമുക്ക് പരിഭൂമിയിലും കുറഞ്ഞ മണ്ണുള്ളിടത്തും കൃഷി നടത്താനും ഉയർന്ന ഉൽപ്പാദനം ലഭിക്കാനും സാധിക്കും. ഗ്യാസ് ഫെർമെന്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പല ഗ്യാസുകളെയും മൈക്രോബ്സിന്റെ സഹായത്തോടെ ഉപയോഗപ്രദമായ വസ്തുക്കളെന്ന ഈ രീതി IPCC റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. അസറ്റോഗൻ എന്ന മൈക്രോബ്സ് കാർബൺ ഡയോക്സൈഡിനെ എത്തനോൾ ആക്കാൻ കഴിയും എന്ന് തെളിയിച്ചു. ചൈന, അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഗ്യാസ് ഫെർമെന്റേഷൻ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഫെർമെന്റേഷൻ ഉപയോഗിച്ച് വാതകവും 2024 പ്ലാസ്റ്റിക് കുപ്പികളും വസ്ത്രങ്ങളും എങ്ങനെ ഉൽപ്പാദിക്കും എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. ഭാവിയിൽ നമുക്ക് സുരക്ഷിതവും മാലിന്യരഹിതവുമായ ഒരു ഭാവി ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോടെ. അപ്പോൾ ശരി, പിന്നെ കാണാം.